രാവിലെ തന്നെ കോടമഞ്ഞ് കണ്ടിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാ. വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ കോടയും കാണാനില്ല, മഞ്ഞും കാണാനില്ല. ശീതുട്ടി രാവിലെ തണുപ്പത്ത് പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് അമ്മയുടെ മടി ഇരിക്കുക. കുട്ടിക്കാലത്ത് ഞാനും ചേച്ചിയും ഈ സാധനത്തിന് വേണ്ടിയിട്ട് ഒത്തിരി പ്രാവശ്യം അടി വെച്ചിട്ടുണ്ട്. ഇന്ന് ദേ ഇത് തൊടിയിൽ ആർക്കും വേണ്ടാതെ നിൽക്കുന്നു. മോൻ കഴിച്ചു നോക്കിയിട്ട് പറയാ അടിപൊളിയാ, ഇത് കടയിൽ നിന്ന് മേടിച്ചു കൊടുക്കാൻ. ഇതിന് ഏത് കടയിൽ നിന്ന് ഞാൻ മേടിക്കാനാ? ഉച്ചയ്ക്ക് ശേഷം അച്ഛനെ കണ്ട് ഹോസ്പിറ്റലിൽ പോയി ഇറങ്ങിയപ്പോ ദേ നിൽക്കുന്ന ഒരു പുളിഞ്ചിമരം നിറയെ പുളിഞ്ചിക്ക. അത് കണ്ടപ്പോ ശീതുട്ടിക്ക് അപ്പൊ തന്നെ പിച്ചണം. അങ്ങനെ ആരും കാണാതെ ശീതുട്ടിയുടെ ആഗ്രഹം നിറവേറ്റി ഞങ്ങൾ നേരെ ആറ്റിങ്ങലിലുള്ള ഹോസ്പിറ്റലിലേക്ക് പോയി. പകുതി ദൂരം പോയപ്പോ തന്നെ ഞങ്ങളെ തേടി അവനെത്തി. വിശപ്പ് തേടിയ വെള്ളി കാലി ചുറ്റെന്ന് പറയുമ്പോൾ ദേ ഇരിക്കുന്നൊരു കരിക്കുകട. പിന്നെ അവിടെ നിന്ന് 2 കരിക്ക് മേടിച്ച് 4 പേര് കുടിച്ചു കഴിഞ്ഞ് കരിക്കിന്റെ വില കേട്ടപ്പോൾ ഞാൻ വീട്ടിലെ തെങ്ങിനെ വല്ലാണ്ട് സ്മരിച്ചു പോയി. അവിടുന്ന് നേരെ ആറ്റിങ്ങലിൽ ചെന്ന ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ അറഞ്ചം പുറഞ്ഞ കുറെ ടെസ്റ്റുകൾക്ക് എഴുതുന്നു. കയ്യിൽ ഷട്ടറും തൂക്കി പ്രിസ്ക്രിപ്ഷന് വായിച്ചു നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഡോക്ടറാണെന്ന്. ഡോക്ടറല്ല, ഡോക്ടറാണ് എൻ്റെ അച്ഛൻ്റെ. ECG, എക്കോ, എക്സ്റേ എന്ന് പറഞ്ഞ അച്ഛൻ്റെ സകലമാന മിഷനിലും കയറ്റിയിറക്കി. 2 മുതലുള്ള ആഗ്രഹമാണ് ഈ സാധനത്തിനകത്തൂടെ എന്തെങ്കിലും നോക്കണമെന്ന്. എക്സ്റേ റിസൾട്ട് കിട്ടിയപ്പോഴാണ് മനസ്സിലായത് അച്ഛൻ ഒരു പൈസ അനാവശ്യമായിട്ട് കളഞ്ഞിട്ടില്ല. വലിച്ച സിഗരറ്റിന്റെ എല്ലാം പോകാൻ കൃത്യമായി ശ്വാസകോശത്തിലുണ്ട്. റിസൾട്ട് കണ്ട ക്ഷീണം മാറ്റം തൊട്ട് അടുത്ത കടയിൽ കയറി ചായയും നല്ല മുളകുജിയും കഴിച്ചു. മോന് ചായ വേണ്ടാത്തതുകൊണ്ട് മുന്തിരി ജ്യൂസ് മതിയെന്ന് പറഞ്ഞാൽ അതും മേടിച്ചു കൊടുത്തു. അതിൽ നിന്ന് കുറച്ച് അടിച്ചു മാറ്റി കുടിച്ചിട്ട് അടിപൊളിയെന്ന് പറയുന്നതിന് മുന്നേ തന്നെ ചൊറിച്ചിലും തുടങ്ങി. എൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ് മുന്തിരിയും പൈനാപ്പിളും. തിരിച്ചു വരുന്ന വഴിക്ക് രാത്രി കഴിക്കാൻ പൊറോട്ടയും മേടിച്ചു. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.